ഒരു PSC അംഗത്തിന്റെ നിയമനത്തിന് CPMന്റെ പ്രാദേശിക നേതാവ് 60 ലക്ഷം രൂപ വാങ്ങി എന്നാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം. അത് CPMും സർക്കാരും തള്ളി. അതിന്റെ സത്യം പിന്നീട് പുറത്തു വരട്ടെ. എന്നാൽ PSC അംഗമാവാൻ എന്താണ് ഇത്ര ആവേശം എന്നാണ്. അതും വെറും 6 വർഷം മാത്രം സർവീസുള്ള ഒരു പദവിക്ക് വേണ്ടി. കേൾക്കുമ്പോൾ അതിശയമായി തോന്നാം. എന്നാൽ PSC എന്ന പണം കായ്ക്കുന്ന മരത്തെ ശരിക്കറിഞ്ഞാൽ ആ ആശ്ചര്യം മാറും. ആദ്യം കുറച്ച് കണക്കുകൾ പരിശോധിക്കാം. കേരള PSCയിലുള്ളത് 21 അംഗങ്ങൾ. രാജ്യത്ത് ഒരിടത്തും UPSCയിൽ പോലും ഇത്രയും അംഗങ്ങളില്ല. UPSCയിലുള്ളത് 10 അംഗങ്ങൾ. തമിഴ്നാട്ടിലും കർണാടകയിലും 15 പേർ. പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും UPയിലുമെല്ലാം 5 അംഗങ്ങൾ വീതം. കേരളത്തെക്കാൾ ജനസംഖ്യയിലും വിസ്തൃതിയിലുമെല്ലാം വലുതായ സംസ്ഥാനങ്ങളിലെല്ലാം PSCയിൽ ഇത്ര അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ കേരളത്തിൽ മാത്രം അത് 21 ആവുന്നത് എന്തുകൊണ്ട്? അതിന് കൃത്യമായ ഉത്തരമൊന്നും ആർക്കും പറയാനില്ല. ബോർഡ്സ് റാങ്ക് മുതൽ മുകളിലേക്കുള്ള എല്ലാ ജോലികളും PSC വഴി നിയമനം നടത്തുന്ന സംസ്ഥാനമായതിനാൽ കേരളത്തിൽ അത്രയും അംഗങ്ങളുടെ ആവശ്യമുണ്ടെന്നാണ് ചിലരുടെ വാദം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമനങ്ങൾ ഏജൻസികൾ വഴിയാവുമ്പോൾ കേരളത്തിൽ ഏറ്റവും സുതാര്യതയോടെ അത് നടത്തുന്നത് PSC എന്ന സംവിധാനമുള്ളതുകൊണ്ടാണ് എന്നാണ് അവരുടെ വാദം. സുതാര്യത പോയ പല വിഷയങ്ങളും ഇക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് തൽക്കാലം കടക്കണ്ട. കണക്കുകളിൽ തന്നെ ശ്രദ്ധിക്കാം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി PSC അംഗങ്ങൾ സ്ഥാനമൊഴിഞ്ഞപ്പോൾ അംഗങ്ങളാവാൻ യോഗ്യത നേടിയവരെ ഒന്ന് നോക്കാം. പിളർന്ന് ഇനി പിളരാൻ പോലും ബാക്കിയില്ലാത്ത പാർട്ടികൾ പോലും PSC അംഗത്വത്തിനായി പിടിവലിയായിരുന്നു എന്നാണ് ഉള്ളിലുള്ള സംസാരം. കേരളത്തിലെ പാർട്ടികൾക്കെല്ലാം പദവി കൊടുത്തു വരുമ്പോൾ പിന്നെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് എങ്ങനെയാ? അതും പോരാഞ്ഞിട്ട് ശമ്പള പരിഷ്കരണവും നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും ഉയർന്ന തുക PSC അംഗങ്ങളുടെ ശമ്പളത്തിനും പെൻഷനും മാത്രമായി ചെലവഴിക്കുന്നത് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയാണ് ശമ്പളം? PSC ചെയർമാന് അടിസ്ഥാന ശമ്പളം 76,450 രൂപ. മറ്റംഗങ്ങൾക്ക് 70,290 രൂപയും. എന്നാൽ അടിസ്ഥാന ശമ്പളത്തേക്കാൾ DA ആണ് ഹൈലൈറ്റ്. 223% DA, അതായത് അടിസ്ഥാന ശമ്പളത്തേക്കാൾ 2 ഇരട്ടിയിലധികം. ചെയർമാന് സർക്കാർ വീട് നൽകും. മറ്റംഗങ്ങൾക്ക് വാടക ഇനത്തിൽ 10,000 രൂപയും കൺവെയൻസ് അലവൻസ് 5,000 രൂപയും ലഭിക്കും. യാത്രാ സൗകര്യവും സർക്കാർ ചെലവിൽ സുരക്ഷിതം. ചെയർമാന് സർക്കാർ വാഹനം നൽകും. അംഗങ്ങൾക്ക് കാറ് വാങ്ങാനായി പലിശരഹിത വായ്പയും. അങ്ങനെ നോക്കിയാൽ 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയ്ക്കാണ് ഓരോ അംഗത്തിനും മാസവരുമാനം. ചെയർമാന് 2.24 ലക്ഷം, മറ്റംഗങ്ങൾക്ക് 2.19 ലക്ഷം. ഇനി ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ അതെത്രയാണെന്നോ? ചെയർമാന് 4 ലക്ഷവും മറ്റംഗങ്ങൾക്ക് 3.75 ലക്ഷവും. അതും 4 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ വേണമെന്നാണ് തീരുമാനം. മറ്റ് സർവീസുകളിൽ കയറിയാൽ 56 വയസ്സുവരെ കാത്തിരിക്കണം പെൻഷൻ കിട്ടാൻ. എന്നാൽ PSC അംഗമായാൽ അതും വേണ്ട. 6 വർഷത്തെ പീരീഡ് പൂർത്തിയാക്കി ഇറങ്ങുന്ന അന്നു മുതൽ മരണം വരെ ശമ്പളത്തിന്റെ 45% പെൻഷനായി ലഭിക്കും. 6 വർഷം പൂർത്തിയാക്കാത്തവർക്കും ഇത് ലഭിക്കും. സർക്കാർ സമ്പൂർണ്ണമായും ചികിത്സാ ചെലവും വഹിക്കും. ഭരണഘടനാ പദവിയുള്ള PSC അംഗങ്ങൾക്ക് അതിന് യോജിച്ച എല്ലാ ആനുകൂല്യങ്ങളും വേറെയും ലഭിക്കും. മരിച്ചാൽ പോലും സർക്കാർ ബഹുമതികളോടെ യാത്രയാവാം. ഇനി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിലോ? യോഗ്യതയൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. 62 വയസ്സ് കഴിയരുത് എന്ന് മാത്രമാണ്. അക്കാഡമീഷ്യൻസ് ആവണമെന്നുണ്ടെങ്കിലും PhD പൂർത്തിയാക്കി മറ്റു യോഗ്യതകളൊന്നും ഇല്ലാത്തവരും അംഗങ്ങളാണ്. അംഗങ്ങളുടെ ശമ്പളം ഉയർത്തണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ PSC വഴി നടക്കുന്ന നിയമനങ്ങളിൽ വന്നിട്ടുള്ള കുറവാണ് ചിലർ എടുത്തുകാട്ടുന്നത്. ഓരോ വർഷവും കാതലായ കുറവാണ് നിയമനത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 2016 37,530 പേർക്ക് നിയമനം, 2018 28,025, 2019 35,422, 2020 25,914, 2021 26,724, 2022 22,393 എന്നിങ്ങനെയാണ് നിയമന കണക്കുകൾ. നിയമനം ലഭിക്കാതെ തെരുവിലിറങ്ങിയ നിരവധി ഉദ്യോഗാർത്ഥികളെയും നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ള ലാസ്റ്റ് ഗ്രേഡ് LDC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒന്നിനും അഭിമുഖമില്ല. എഴുത്തു പരീക്ഷ മാത്രമാണ്. അഭിമുഖത്തിൽ ഇരിക്കുക എന്നതാണ് അംഗത്തിനുള്ള ഏറ്റവും കഠിനമായ ജോലി. അതിനുള്ള അവസരവും വളരെ കുറവാണെന്ന് ചുരുക്കം. പകുതി അംഗങ്ങൾ സർക്കാർ സർവീസിൽ നിന്നാവണമെന്നുണ്ട്. അങ്ങനെയാണ് വിരമിച്ചവർ ഈ പദവിയിലേക്ക് എത്തുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇത്രയും നല്ല സുഖജീവിതം, നല്ല ശമ്പളം, പെൻഷൻ, പിന്നെ PSC അംഗമാവാൻ ആരും ഒന്ന് ആഗ്രഹിച്ചു പോവില്ലേ?